കന്യാകുമാരി ഞെട്ടിച്ചുകൊണ്ടുള്ള സുനാമി വന്നിട്ട് ഇന്നേക്ക് 20 വർഷം തികയാണ്. 2004 ഡിസംബർ 26-നായിരുന്നു ആ ഒരു സംഭവം നടന്നത്. അതും ലോകമെമ്പാടും ജനങ്ങൾ ഒറ്റുനോക്കിയ സംഭവം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പട്ടണമായിരുന്നു കന്യാകുമാരി. തിരുവള്ളൂരിൻ്റെ പ്രതിമയും മത്സ്യബന്ധനവും ആയി ജീവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഇന്നേക്കായ ദിവസം കഴിഞ്ഞിട്ട് 20 വർഷം തികയാണ്. 2024 ഡിസംബർ 26 അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലതൊരു സ്വപ്നമായിരുന്നു. എന്താ നടന്നത് പോലും അറിയാണ്ട് അനേകം പേര് അവിടെ മരിച്ചു വീണു. അതുമാത്രമല്ലാതെ ബോട്ടുകളും അവരെ ഉപാധികളായ എല്ലാവിധ സാധനങ്ങളും അന്ന് നശിച്ച് നാറാണക്കല്ലായി. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് വലിയ സംഭവം നടക്കുമെന്ന്. പിന്നെ കണക്കുകൾ പ്രകാരം 416 പേരാണ് അന്നത്തെ ആ തിരമാല കൊണ്ടുപോയത്. അതും ഒരവശിഷ്ടം പോലും വെക്കാണ്ട്. 2004 ഡിസംബർ 26 നടന്ന സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലിപ്പോഴും. നമ്മൾ അവിടെ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവരത് ഇപ്പോഴും ഓർത്ത് വെക്കാൻ ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു അന്ന് നടന്നിരുന്നത്. കാരണം എല്ലാവരെയും പോലെ 2004 ഡിസംബർ 25 ക്രിസ്മസൊക്കെ ആഘോഷിച്ച് വീട്ടിലിരിക്കായിരുന്നു എല്ലാവരും. പെട്ടെന്നായിരുന്നു ഈ പ്രകൃതിയുടെ ഒരു മാറ്റങ്ങൾ അവരിൽ കണ്ടു തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല 20 വർഷം മുമ്പുള്ള ജനങ്ങളാണ് കൂടുതലും ഈ വയസ്സായവരൊക്കെ കൂടുതലായ സംഭവം മനസ്സിലാക്കണത്. അത്രയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ അവരത് ഒരിക്കലും മറക്കൂല. ഈ തിരുവള്ളൂർ പ്രതിമ എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. അത്രയുള്ള പ്രതിമയുടെ അത്രയും തിരമാല വന്നെന്നാണ് അവർ പറയണത്. അത് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് എല്ലാവരെയും പോലെ തന്നെ ഈ സൂര്യാസ്തമയവും ഉദയവും കാണാൻ വന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിലുണ്ടായിരുന്നു. അതായിരുന്നു ഇത്രയും മരണസംഖ്യ കൂടാൻ കാരണം. ആരും ഇത്രയും വലിയ അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു കടൽ ഉൾവലിഞ്ഞത്. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യം തോന്നി. ഇതുവരെയും എന്താണ് ഈ സുനാമി എന്ന് പോലും അറിയാത്ത ജനങ്ങളായിരുന്നു അവിടെ ഉള്ളവർ. കാരണം നമ്മളെ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടായിരുന്നു കൂടുതലും. സുനാമി എന്ന പദം പോലും നമുക്കൊരു പരിചിതമായിരുന്നില്ല. ആ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടിയാണ് ഈ സുനാമി എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ ആ ഒരു ഉൾവലിഞ്ഞ കണ്ട് എല്ലാവരും ഓടിക്കൂടി. പക്ഷെ പെട്ടെന്നായിരുന്നു കടലിൻ്റെ മുൻപോട്ടുള്ള യാത്ര. അത് കണ്ടപ്പോൾ ഭയാനകമായി എല്ലാവരും ഓടി മാറി. കുറേ പേര് പള്ളികളിൽ പോയി നിന്നു, കുറേ പേര് ഉയരമുള്ള സ്ഥലങ്ങളിൽ പോയി നിന്നു. എന്നാലും അവർക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. കാരണം അവിടുത്തെ പ്രാദേശികവാസികളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു തെങ്ങിനേക്കാളും വലിപ്പം അത്രയും തിരകളാണ് കൂടുതലും വന്നിരുന്നത്. അതും തുടരെ തിരകൾ വന്ന് അവിടുത്തെ എല്ലാവരും കൊണ്ടുപോയി ഒലിപ്പിച്ച് കൊണ്ടുപോയി. അത്രയും ജനങ്ങൾ 417 ജനങ്ങളാണ് മരണമടഞ്ഞത്. കുറേ പേരെ കാണാനില്ല. കുറേ പേരെ ശവങ്ങൾ ഇപ്പോഴും അവിടെ പള്ളികളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഭയാനകമായിരുന്നു അന്നത്തെ ദിവസം. അവിടെ ഉള്ളവർ ഇന്നും മറക്കൂല. കാരണം അവർക്ക് തൊഴിലെടുക്കാൻ പോലും പറ്റില്ല. പിന്നെ അവരെ വീടുകളിൽ ഒലിച്ചു പോയി. അവരെ മത്സ്യബന്ധന ബോട്ടുകൾ, വലകൾ, കച്ചവട സാധനങ്ങൾ എല്ലാം അവരെ ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് അവർക്ക് ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അവരെ പുനരധിവസിച്ചത്. കുറേ പേർക്ക് വീട് കിട്ടി. പിന്നെ ഓരോ ഉപാധികൾ കണ്ടെത്തി, തൊഴിലിടങ്ങൾ കണ്ടെത്തി. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും. ഇപ്പോൾ അവിടെ ടൂറിസം നന്നായി ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഡിസംബർ 26 എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമാണ് അവർക്കായ ഇന്നും അവരെ മനസ്സിൽ. അത്രയ്ക്ക് അവരെ കൂടെപ്പിറപ്പ് പോലെ കഴിഞ്ഞിരുന്ന എല്ലാവരെയും കടൽ കൊണ്ടുപോയ ദിവസം. പക്ഷെ ഇന്ന് നമ്മൾ കന്യാകുമാരിയിൽ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാറി മറിഞ്ഞ് എല്ലാവിധ വീടുകളും കാര്യങ്ങളും ഒക്കെ വെവ്വേറെയായി വേറൊരു ലോകമായി അവർ മാറി. കാരണം അവരെല്ലാത്തിൽ നിന്ന് അതിജീവിച്ച് വന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ടൂറിസം കാര്യങ്ങൾ ഒക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരുവള്ളൂർ പ്രതിമയുടെ അടുത്തേക്ക് നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും മാറി മറിഞ്ഞ് പിന്നെ ഇതിൽ നിന്നൊക്കെ അവർ കരകയറി. എന്നാലും ഈ സുനാമി എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും ഇനി അവർക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കന്യാകുമാരിയിൽ ചെന്ന് അവരുടെ ഓരോ സുനാമിയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളെ ഓർത്തെടുക്കലായിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷെ അവർക്കാർക്ക് വീഡിയോയിൽ വന്ന് പറയാനുള്ള ധൈര്യം ഒരു ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതലും പറയാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് കന്യാകുമാരി ഒന്ന് സന്ദർശിക്കുക.
അപ്പോൾ മനസ്സിലാവും നമുക്ക് ഓരോരോ കാര്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ അന്നത്തെ ദിവസവും അന്നത്തെ ആ ഒരു ടൈമിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ. ഈ വയസ്സായ ഒരു 10-20 വർഷം മുമ്പുള്ളവർക്കൊക്കെ കൂടുതലും നന്നായി അറിയാൻ പറ്റും എന്താണെന്ന് നടന്നതൊന്നും അവിടെ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.